അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അരി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്തി അവിടെ വെക്കും. പിന്നെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതാ നെയ്യ് ചൂടായ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ നെയ്യിൽ. അപ്പോൾ ഇതാ ഉള്ളി ഈ ഒരു പരുവത്തിലായി വന്നാൽ നമ്മളതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് അളവിലാണ് ഇവിടെ അരി എടുക്കുക കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരി എടുക്കുമ്പോൾ ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലാവശ്യമുള്ള ഉപ്പും കൂടെ അതിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചതാണ്, അതും കൂടെ തന്നെ അതിലിട്ട് കൊടുത്തു. ആ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. ഇതപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു. ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ച അരി അതിലിട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ പാകമാണോ നോക്കുകയും ചെയ്യുക. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ പാകത്തിന് റെഡിയാക്കിയിട്ട് കുക്കർ അടച്ച് വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഒറ്റ സ്റ്റീം അടിച്ചിട്ട് ഓഫ് ചെയ്യുക. ഇതാ അപ്പോൾ ഞാൻ ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് തുറക്കണത്. അപ്പോൾ ഇതിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് തുറക്കണമെന്നേ ഉള്ളൂ. അതൊക്കെ പോയി. അപ്പോൾ നമ്മൾ റൈസ് റെഡിയായി. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നെയ്യിൽ ഉള്ളി വറുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ നെയ്യും ഉള്ളി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഉള്ളി നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത്. അപ്പോൾ അതിന് ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇതപ്പോൾ നെയ്ച്ചോറ് റെഡിയായി. അപ്പോൾ ഇത് നെയ്ച്ചോറൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണിച്ചു തന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.